Hello everyone, welcome to JMJ classes. You are listening to Jasna Mariam Johnson. Today we are going to discuss the poem Telephone Conversation by Wole Soyinka. Before moving on to the poem, let's briefly discuss about the author Wole Soyinka. He was born on 13th July 1934 and has earned his reputation as a poet, playwright, novelist, and essayist in the English language. He won the Nobel Prize for Literature in 1986, becoming the first African to win it. So, Wole Soyinka was the first African to receive Nobel Prize for Literature. He was educated in Nigeria and London. On his return, he became actively involved in Nigeria's struggle for independence and was imprisoned during the Nigerian Civil War. Nigerian Civil War'ൽ ജയിലിലൊക്കെ അടയ്ക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. നൈജീരിയയുടെ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് വോലെ സോയിങ്ക. The poem Telephone Conversation was published in the collection Modern Poetry from Africa in 1963. It focuses on racial discrimination. The poem is in the form of a telephone conversation between a white landlady and a West African man. The author narrates the scuffles or struggles of an African in finding accommodation in America. അമേരിക്കയിൽ ഒരു കറുത്ത വർഗ്ഗക്കാരന് ഒരു താമസിക്കാനൊരു സ്ഥലം റെൻറ്റ് ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു ആശയമാണ്, അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഈ ഒരു പോയത്തിലൂടെ പോയറ്റ് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. സോ ഈ പോം എന്ന് പറയുന്നത്, ആസ് ഐ ഹവ് ഓൾറെഡി ടോൾഡ്, ഇസ് ഇൻ ദ ഫോം ഓഫ് എ ടെലിഫോൺ കോൺവെർസേഷൻ. ഒരു ടെലിഫോണിലെ സംഭാഷണത്തിൻ്റെ രൂപത്തിലാണ് ഈ പോം ഉള്ളത്. അതിൽ രണ്ട് പേരാണ് അപ്പോൾ ഉള്ളത്. ഒരു ബ്ലാക്ക് മാൻ, ഒരു ആഫ്രിക്കൻ. അദ്ദേഹത്തിനാണ് വീടിൻ്റെ ആവശ്യം, അദ്ദേഹത്തിനാണ് ഒരു റൂം റെൻറ്റിനായിട്ട് വേണ്ടിയത്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ആവശ്യത്തിനായിട്ട് ആ ലാൻഡിൻ്റെ ഓണറായിട്ടുള്ള വൈറ്റ് ലാൻഡ് ലേഡിയെ വിളിക്കുന്ന ഒരു കോൺവെർസേഷനാണ് ഈ പോയം. So we'll move into the poem. The price seemed reasonable, location indifferent. The landlady swore she lived off premises. Nothing remained but self-confession. Madam, I hate a wasted journey. I am African. So I've already told this is a telephone conversation between a white landlady and a West African man. So this black man is looking for a room for rent. And he finds an offer at a reasonable price, which is located in an average place. And he makes a phone call to the landlady of the property and confesses in the beginning of the conversation itself that he is a black man. So, അദ്ദേഹം പരസ്യത്തിൽ ഒരു സ്ഥലത്തിൻ്റെ പരസ്യം കാണുകയാണ്. വിലയൊക്കെ കുഴപ്പമില്ലാത്ത വിലയാണ്, സ്ഥലവും കുഴപ്പമില്ലാത്ത സ്ഥലമാണ്. അങ്ങനെ അദ്ദേഹം ആ സ്ഥലം റെൻ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലാൻഡ് ലേഡിയെ വിളിക്കുന്നു. ലാൻഡ് ലേഡിയും പറയുന്നു, ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാവില്ല, ഞാൻ ഈ സ്ഥലത്തൊന്നുമല്ല താമസിക്കുന്നത്, അപ്പം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും എൻ്റെ ഭാഗത്തു നിന്നുമായിട്ടും എവിടെ നിന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നൊക്കെ ലാൻഡ് ലേഡിയും പറയുന്നു. അപ്പോൾ തന്നെ നമ്മുടെ സ്പീക്കർ പറയുകയാണ്, ഐ ഹേറ്റ് എ വേസ്റ്റഡ് ജേർണി, ഐ ആം ആഫ്രിക്കൻ. എനിക്ക് വെറുതെ അവിടെ വരെ വന്ന് തിരിച്ചു പോകുന്നതിനോട് താല്പര്യമില്ല. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഞാനൊരു കാര്യം പറയാം, ഞാനൊരു ആഫ്രിക്കക്കാരനാണ്. So that shows that this black man has had bitter experiences in the past. So he makes a phone call to confirm if the room is truly available for a black man. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന് നേരത്തെയും ഇതുപോലെ റൂമൊക്കെ റെൻറ്റിന് എടുക്കാൻ വേണ്ടി അവിടെ വരെ പോകും. ഇദ്ദേഹം കറുത്ത വർഗ്ഗക്കാരനാണെന്ന് കാണുമ്പോൾ വെളുത്ത വർഗ്ഗക്കാർ റൂം റെൻറ്റിന് കൊടുക്കാതെ അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടേറിയ കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അതുകൊണ്ടാകണം അദ്ദേഹം ആദ്യം തന്നെ പറയുന്നത്, ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഞാൻ ആഫ്രിക്കക്കാരനാണ്, അവിടെ വരെ വെറുതെ വന്നു പോകാൻ എനിക്ക് താല്പര്യമില്ല. അപ്പം അദ്ദേഹത്തിന് കൺഫേം ചെയ്യണം ഒരു കറുത്ത വർഗ്ഗക്കാരന് ഈ വൈറ്റ് ലാൻഡ് ലേഡി തൻ്റെ സ്ഥലം റെൻറ്റിന് കൊടുക്കുമോ എന്നുള്ളത്. Silenced transmission of pressurized good breeding. Voice when it came, lipstick coated, long gold-rolled cigarette holder pipped, caught I was foully.
So when the landlady comes to know that the speaker is a black man, she goes silent. She doesn't reveal her true dislike and disapproval for black people. So the poet says that the lady is like the so-called white people of good breeding. These people call themselves educated but still discriminates black people. So they do not speak out against black people, but they continue to harbor racial prejudice towards black people. അപ്പം നമ്മുടെ സ്പീക്കർ ആഫ്രിക്കൻ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ലാൻഡ് ലേഡി എന്തായി? ഷീ ബിക്കം സൈലൻറ്റ്. അവർ പിന്നെ തിരിച്ചൊന്നും പറയുന്നില്ല. അവർ മിണ്ടാണ്ട് കുറച്ച് നേരം അങ്ങനെ നിന്നു. സോ ദാറ്റ് സൈലൻസ് റിവീൽഡ് ദാറ്റ് ഷീ ഈസ് ലൈക്ക് a good breeding white people. She is like the so-called white people of good breeding. അതായത് നല്ല വെളുത്ത വർഗ്ഗക്കാരൊന്നും കറുത്ത വർഗ്ഗക്കാർക്ക് റൂം റെൻറ്റിന് കൊടുക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റീരിയോടിപ്പിക്കൽ തോട്ടാണുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലുള്ള സ്ത്രീയാണ് ഇവരും എന്ന് ആ സൈലൻസിലൂടെ നമ്മുടെ സ്പീക്കറിന് മനസ്സിലായി. സോ this man started imagining that white lady. ആ വൈറ്റ് ലേഡി എങ്ങനെയായിരിക്കും കാണാനെന്ന് അദ്ദേഹം ഇങ്ങനെ ഇമാജിൻ ചെയ്യാനായിട്ട് തുടങ്ങി. That her lips must be painted red with lipstick and she must be smoking and using a gold tinted cigarette lighter. അപ്പോൾ അയാളിങ്ങനെ ഇമാജിൻ ചെയ്യാൻ തുടങ്ങും. ചുണ്ടൊക്കെ നല്ല ചുമന്ന ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടായിരിക്കണം, സ്മോക്ക് ചെയ്യുന്നുണ്ടാവും അവരുടെ ലൈറ്റർ ഒരു ഗോൾഡ് കളറായിരിക്കും എന്നൊക്കെ he started imagining about her. How dark? I had not misheard. Are you light or very dark? Button B, button A. Stench of rancid breath of public hide and speak. Red booth, red pillar box, red double-tired omnibus, squelching tar. It was real, shamed by ill-mannered silence. Surrender pushed dumbfounded to beg simplification. Considerate she was, varying the emphasis. So the landlady is careful not to use the taboo word black. Instead, she asks an indirect question on the degree of darkness. അപ്പോൾ താൻ കറുത്ത വർഗ്ഗക്കാരനാണോ എന്ന് നേരിട്ട് ചോദിക്കാൻ ആ സ്ത്രീക്ക് ഒരു മടിയുണ്ട്. അപ്പോൾ അവരെന്താണ് ആ ഇരുണ്ട നിറത്തിൻ്റെ ഡിഗ്രിയെക്കുറിച്ച് അവർ സംസാരിക്കാനായിട്ട് തുടങ്ങി. ഹൗ ഡാർക്ക്? ആർ യു ലൈറ്റ് ഓർ വെരി ഡാർക്ക്? ഭയങ്കരമായിട്ട് കറുത്തിട്ടാണോ അതോ അത്ര കറുത്തിട്ടല്ലേ? To the black man it appears as if he is asked to make a choice. He wonders if he should press button A or button B. So button A or button B എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ പിക്ചറിൽ കാണാം. Those were buttons in old telephones. Button A to continue the call and button B to cut the call. അപ്പോൾ ബട്ടൺ എ ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും, കോയിനിട്ട് കോൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ബട്ടൺ ബി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോയിൻ തിരിച്ച് കിട്ടും, നിങ്ങളുടെ കോൾ കട്ടാകും. അപ്പോൾ അതുപോലെ വെരി ലൈറ്റ് ഓർ വെരി ഡാർക്ക് എന്നൊരു ചോയ്സ് കൊടുത്തപ്പോൾ നമ്മുടെ സ്പീക്കറിന് എന്ത് തോന്നി? ബട്ടൺ എ ഞെക്കണോ ബട്ടൺ ബി ഞെക്കണോ എന്നുള്ള ഒരു ചോയ്സ് പോലെ, അതാണോ ഇതാണോ എന്നുള്ളൊരു ചോയ്സ് പോലെ ആ ലാൻഡ് ലേഡി അദ്ദേഹത്തിനോട് ചോദിക്കുന്നതായിട്ട് തോന്നി. So these lines in the poem exposes the hypocritical nature of white individuals in society. He can smell the bad breath of hypocrisy. White people hide their racial discrimination in public, but they practice it in private. So this double standard behavior angers the black man. അദ്ദേഹത്തിന് അവരുടെ ആ ഹിപ്പോക്രസി മനസ്സിലായി. പുറമെ അവർ ഭയങ്കര നല്ല ആളായിട്ട് കാണിക്കുന്നു, പക്ഷേ ഉള്ളിൽ എപ്പോഴും എന്താണ് ആ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അവരുടെ മനസ്സിലുണ്ട്. സോ ആ ഡബിൾ സ്റ്റാൻഡേർഡ് എന്താണ് നമ്മുടെ സ്പീക്കറിനെ ഭയങ്കരമായിട്ട് ദേഷ്യത്തിലാക്കി. ആൻഡ് ഹി ലുക്സ് ഔട്ട് സൈഡ്. അയാൾ പുറത്തേക്ക് നോക്കുമ്പോൾ ഹി കുഡ് സീ റെഡ് ബൂത്ത്, റെഡ് പില്ലർ ബോക്സ്, റെഡ് ഡബിൾ ടയർഡ് ഓംനിബസ് എല്ലാം അദ്ദേഹത്തിന് കാണുന്നുണ്ട്. സോ ഹി റിയലൈസസ് ദാറ്റ് ഇറ്റ് ഇസ് റിയാലിറ്റി. അല്ലാതെ അയാൾ സ്വപ്നമൊന്നും കാണുകയല്ല, ഇത് സത്യമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നു. അതിന് രണ്ട് കൊണൊട്ടേഷൻ കൊടുക്കാം. ഒന്നുകിൽ പുറത്ത് കാണുന്നതൊക്കെ യാഥാർത്ഥ്യമാണ്, പുറത്ത് അയാൾ പെട്ടെന്ന് നോക്കുക, വെളിയിലേക്ക് നോക്കുക, ഞാൻ വല്ല സ്വപ്നമാണോ കാണുന്നത്? അപ്പോൾ അയാൾ പറയാണ് അല്ല, ഐ എം നോട്ട് ഡ്രീമിങ്, ഞാൻ സ്വപ്നമൊന്നും കാണുകയല്ല, അതെ എനിക്കെൻ്റെ ചുറ്റിനും റെഡ് ബൂത്ത് കാണാം,
റെഡ് പോസ്റ്റ് ബോക്സ് കാണാം, റെഡ് ബസ്സുകൾ കാണാം. അപ്പം ഞാൻ സ്വപ്നമൊന്നും കാണുകയല്ല എന്ന് അദ്ദേഹത്തിനോട് തന്നെ മനസ്സിലാക്കി കൊടുക്കുന്നു. അങ്ങനെയും ആകാം. അല്ലെങ്കിൽ we can give another meaning to it. He sees red in his eyes. The telephone booth, the pillars, a bus passing by, all appear red to him. So that shows his anger. ആ ചുവപ്പ് നിറത്തിന് അദ്ദേഹത്തിൻ്റെ ദേഷ്യത്തോട് വേണമെങ്കിലും താരതമ്യം ചെയ്യാം. അദ്ദേഹത്തിന് ഇവരോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം തോന്നാനായിട്ട് തുടങ്ങി. The black man looks at such racial discrimination as oppressive. Are you dark? Oh, very light. Revelation came. So our author says that she was considerate. കുറച്ചൊരു മര്യാദ അവർ കാണിച്ചെന്ന് തോന്നുന്നു. She started varying her emphasis and she asked, are you dark or very light? ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഒരുപാട് ഡാർക്കാണോ അതോ അത്രയ്ക്ക് ഡാർക്കല്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അത് അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മുടെ ലാൻഡ് ലേഡി വീണ്ടും പറയുന്നു. Revelation came. You mean like plain or milk chocolate? സോ നമ്മുടെ സ്പീക്കറിന് മനസ്സിലായി. അവർ വീണ്ടും ഇത് തന്നെയാണ് ചോദിക്കുന്നത്. ഷീ വാണ്ട്സ് ടു നോ വെദർ ഹീസ് എ ബ്ലാക്ക് മാൻ. അയാളൊരു കറുത്ത വർഗ്ഗക്കാരനാണോ എന്ന് ഈ ലാൻഡ് ലേഡിക്ക് അറിയണം. അതാണ് അവരുടെ ഉദ്ദേശമെന്ന് നമ്മുടെ സ്പീക്കറിന് മനസ്സിലാകുന്നു. ആൻഡ് ഹീ സിനിക്കലി ആസസ് ഹെർ ബാക്ക്, യു മീൻ ലൈക്ക് പ്ലെയിൻ ഓർ മിൽക്ക് ചോക്ലേറ്റ്? പ്ലെയിൻ ചോക്ലേറ്റിനെ പോലെ ഇരുണ്ടിട്ടാണോ അതോ മിൽക്ക് ചോക്ലേറ്റിൻ്റെ കൂട്ടം അത്ര ഇരുണ്ടിട്ടല്ലേ എന്നുള്ളതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ദ സ്പീക്കർ ഓൾസോ ആസസ് ബാക്ക്. So the speaker, instead of answering her question directly, is offering a series of clever replies. കറക്റ്റായിട്ടൊരു ഉത്തരം നമ്മുടെ സ്പീക്കർ അവർക്ക് കൊടുക്കുന്നില്ല. Her accent was cynical, crushing in its light impersonality. Rapidly wavelength adjusted, I chose West African sepia. And as afterthought, down in my passport, silence for spectroscopic flight of fancy, till truthfulness changed her accent. So he doesn't give a proper answer. കറക്റ്റായിട്ടൊരു ഉത്തരം അവർ കൊടുക്കുന്നില്ല, അദ്ദേഹം കൊടുക്കുന്നില്ല, നമ്മുടെ സ്പീക്കർ കൊടുക്കുന്നില്ല. പകരം he says that he is a West African. In a way, he's not ready to use the word black, but he tells her that he is black indirectly. This expression of the black man reveals how he hesitates to declare himself black even though he is ready to confess that he is an African. So he brings the terminology used in his passport as evidence and support. This shows that he's not ready to accept that he is black. അയാൾ കറുത്ത വർഗ്ഗക്കാരനാണെന്ന് തുറന്നു പറയുന്നില്ല. പകരം അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? എൻ്റെ പാസ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഐ ആം എ വെസ്റ്റ് ആഫ്രിക്കൻ സെപ്പിയ, ഞാൻ വെസ്റ്റ് ആഫ്രിക്കൻ സെപ്പിയ ആണെന്നുള്ളത് എൻ്റെ പാസ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ എന്ന് നമ്മുടെ നമ്മുടെ സ്പീക്കർ പറയുന്നു. അല്ലാണ്ട് കൃത്യമായും അയാൾ കറുത്ത വർഗ്ഗക്കാരനാണ് എന്നയാൾ പറയുന്നില്ല. പകരം എന്താണ് അയാൾ പറയുന്നത്? ദാറ്റ് ഹീ ഈസ് എ വെസ്റ്റ് ആഫ്രിക്കൻ sepia. Hard on the mouthpiece. What's that? Conceding. Don't know what that is. Like brunette? That's dark, isn't it? Not altogether. Facially I'm a brunette, but madam, you should see the rest of me. Palm of my hand, soles of my feet are a peroxide blonde. So she doesn't understand what this West African sepia means. അവരിങ്ങനെ ആലോചിക്കാൻ തുടങ്ങും, എന്താണ് ഈ വെസ്റ്റ് ആഫ്രിക്കൻ സെപ്പിയ? അപ്പോൾ ഇയാൾ കറുത്തിട്ടാണോ കറുത്തിട്ടല്ലേ? അവർക്ക് ഒരു ഉത്തരം കിട്ടുന്നില്ല. സോ ദ വൈറ്റ് ലാൻഡ് ലേഡി ആസസ്, വാട്ട്സ് ദാറ്റ്? അതെന്താണ് ഈ വെസ്റ്റ് ആഫ്രിക്കൻ സെപ്പിയ? ആൻഡ് ഷീ സേസ്, ഡോണ്ട് നോ വാട്ട് ദാറ്റ് ഈസ്. എനിക്കറിയില്ല അതെന്താണെന്നുള്ളത്. ആൻഡ് സ്പീക്കർ സേസ് ഇറ്റ് ഈസ് ലൈക്ക് ബ്രൂണറ്റ്. സോ ബ്രൂണറ്റ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് ബ്രൗൺ കളറാണ് ബ്രൂണറ്റ് എന്ന് പറയുന്നത്. സോ ദ ലാൻഡ് ലേഡി ആസസ്, ദാറ്റ്സ് ഡാർക്ക് ഇസൻറ്റ് ഇറ്റ്? അപ്പോൾ ലാൻഡ് ലേഡി ചോദിക്കുകയാണ്, ഡാർക്ക് ബ്രൗൺ എന്ന് പറയുമ്പോൾ, ബ്രൂണറ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ഡാർക്ക് ഇസൻറ്റ് ഇറ്റ്? അത് ഇരുണ്ടിട്ടല്ലേ എന്ന് ലാൻഡ് ലേഡി ചോദിക്കുന്നു. ഫോർ വിച്ച് the speaker, the black man says, not altogether. Facially I am brunette. മുഖം എൻ്റെത് ബ്രൂണറ്റിനെ പോലെയാണ്, വിച്ച് മീൻസ് മുഖം നോക്കുമ്പോൾ ഐ ആം ഡാർക്ക് ബ്രൗൺ,
but the palms of my hands and the soles of my feet are not black. പക്ഷേ എൻ്റെ ഉള്ളം കൈയും ഉള്ളം കാലും എൻ്റെ കാലിൻ്റെ വെള്ളഭാഗവും കൈയുടെ വെള്ളഭാഗവും ഒന്നും അത്ര കറുത്തിട്ടല്ല. അതെങ്ങനെയാണ്? ഇറ്റ് ഈസ് ലൈക്ക് പെറോക്സൈഡ് ബ്ലോണ്ട്. ബ്ലീച്ച് ചെയ്തതുപോലെ, കറുപ്പിനെ ബ്ലീച്ച് ചെയ്ത് വെളുപ്പിച്ചതുപോലൊരു നിറമാണ്. ഇറ്റ് ഈസ് ലൈറ്റ്, അത്ര കറുത്തിട്ടല്ല, കുറച്ച് ലൈറ്റായിട്ടുള്ളൊരു നിറമാണ് എൻ്റെ ഉള്ളം കാലിനും ഉള്ളം കൈക്കും ഉള്ളത്. സോ ഞാൻ കംപ്ലീറ്റ് ആയിട്ടും കറുത്തിട്ടല്ല എന്നൊരു ഒരു പരിഹാസ രൂപേണ നമ്മുടെ സ്പീക്കർ ലാൻഡ് ലേഡിയോട് പറയുകയാണ്. ഫ്രിക്ഷൻ കോസ്ഡ് foolishly, madam, by sitting down has turned my bottom raven black. One moment, madam, sensing her receiver rearing on the thunderclap about my ears. Madam, I pleaded, wouldn't you rather see for yourself? So now our black man, the speaker, is making fun of the landlady, and he says, the black man says, after sitting for a long time, his back has become black. His back has become like a raven black. അദ്ദേഹത്തിൻ്റെ പുറം ഭാഗം, ഇരിക്കുന്ന ഭാഗം ഭയങ്കരമായിട്ടൊരു കറുത്ത ഭയങ്കരമായിട്ട് ഇരുണ്ട കാക്കിനെ പോലെ കറുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. ഒരുപാട് ഇരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ആ ഇരിക്കുന്ന ഭാഗം വളരെയധികം കറുത്തിട്ടുണ്ട് എന്നുള്ളൊരു ഒരു പരിഹാസ രൂപേണ the black man is telling to the landlady. And so our speaker is really angry towards her and wanted to give a slap on her face through his words, for which he says, our speaker says, come and see by yourself. നിങ്ങൾ തന്നെ വേണേ വന്ന് കണ്ടോളൂ. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ളൊരു ദേഷ്യമാണ് ഈ ലാൻഡ് ലേഡിയോട് തോന്നിയത്. അപ്പോൾ അദ്ദേഹം എന്ത് പറയാണ്, ഞാൻ ഇരുന്നിരുന്നാണെന്ന് തോന്നുന്നു, എൻ്റെ ഇരിക്കുന്ന ഭാഗം ഭയങ്കരമായിട്ട് കറുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അത്രയും കേൾക്കുമ്പോൾ തന്നെ ദ ലാൻഡ് ലേഡി ഈസ് അബൌട്ട് ടു ഹാങ് ദ ഫോൺ. അവർ ഫോൺ വെക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ ഉടനെ ദ സ്പീക്കർ ഇസ് സേയിങ് ദാറ്റ് ഇഫ് യു വോണ്ട് യു ക്യാൻ കം ആൻഡ് സീ ബൈ യുവർ സെൽഫ്. വേണമെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് അത് നിങ്ങൾക്ക് തന്നെ വേണേൽ കണ്ട് ബോധ്യപ്പെടാം എന്ന് അദ്ദേഹം ഒരു കളിയാക്കുന്നത് പോലെ ഇവരോട് ലാൻഡ് ലേഡിയോട് പറയുകയാണ്. So the concluding line of the poem, Telephone Conversation, describe the landlady's action and the man's position. On hearing that the man is black, the lady wants to confirm it. On confirming the man's blackness, the lady hangs the telephone, indicating that she is not ready to do business with a black person. അപ്പോൾ അവർക്ക് എന്താണ്, ഒരു കറുത്ത വർഗ്ഗക്കാരനെ അവരുടെ സ്ഥലം റെൻറ്റിന് കൊടുക്കാൻ അവർക്ക് താല്പര്യമില്ല. സോ ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, അമേരിക്കയിലെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ആഫ്രിക്കൻ അമേരിക്കൻസിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഈ പോത്തിലൂടെ നമുക്ക് വോലെ സോയിങ്ക നൽകുന്നത്. In this poem, Telephone Conversation, Wole Soyinka exposes the prevalence of racial discrimination in society regardless of the stringent laws against it. ഒരുപാട് നിയമങ്ങളൊക്കെ റേഷ്യൽ ഡിസ്ക്രിമിനേഷനെതിരെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ ശരിക്കും ഒരു ഡേ ടു ഡേ ലൈഫിൽ അവിടെ നടപ്പിലാകുന്നില്ല എന്നുള്ള ഒരു എക്സാമ്പിളാണ്, ഒരു സിറ്റുവേഷനാണ് ഈ പോയം നമുക്ക് മുന്നിൽ വരച്ചു കാട്ടുന്നത്. He brings to light how it is practiced covertly by many white people. He highlights the hypocritical nature of these people in the poem. Through a simple telephone conversation, the poet provides an insightful observation on how the racially discriminating society functions. Soyinka proves how foolish it is to judge a person by the color of his skin. He beautifully narrated the pain of the black man, and he also mocked the people who evaluate others based on their color. The poem ends with a note to the lady to self-examine herself. അപ്പോൾ ഈ പോയത്തിലൂടെ എന്താണ്, കറുത്ത വർഗ്ഗക്കാരുടെ സ്ഥിതിയെക്കുറിച്ചും ഇങ്ങനെ ഒരാളുടെ സ്കിന്നിൻ്റെ കളർ കൊണ്ട് ഒരാളെ ജഡ്ജ് ചെയ്യുന്ന വൈറ്റ് ആളുകളുടെ മനോഭാവത്തിനെ കളിയാക്കിക്കൊണ്ടുമാണ് ഈ പോയം എഴുതിയിരിക്കുന്നത്. And kindly note the lowercase and capital letters to signify inferiority and superiority. The African caller being the former, the white landlady the latter. White landlady പറയുന്ന പല സെൻറ്റൻസസും യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. അപ്പോൾ അത് അവരുടെ സുപ്പീരിയോറിറ്റിയെയും, ബ്ലാക്ക് മാൻ പറയുന്ന സെൻറ്റൻസുകളൊക്കെ എന്താണ്,
ലോവർ കേസ് ലെറ്റേഴ്സിൽ സ്മോൾ ലെറ്റേഴ്സിലുമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് അവരുടെ ഇൻഫീരിയോറിറ്റിയുമാണ് ഇവിടെ കാണിക്കുന്നത്.